കാലവർഷം എത്തുമെന്ന് പ്രതീക്ഷിച്ച് വിത്തിറക്കിയ എലവഞ്ചേരിയിലെ നെൽകർഷകർ പ്രതിസന്ധിയിൽ. മഴയില്ലാത്തതിനെ തുടർന്ന് ഒന്നാം വിള കൃഷിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നത് കർഷകരെ ആശങ്കയിലാക്കുന്നു. മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന എലവഞ്ചേരി, നടുപ്പാടം, തുമ്പിടി, കരിപ്പായി പാടശേഖര സമിതിയിലെ കർഷകരാണ് മഴയില്ലാതെ പ്രതിസന്ധിയിലായത്. ഞാറ്റടി തയ്യാറാക്കിയ മിക്ക പാടങ്ങളിലും വെള്ളമില്ലാതെ ഞാറുകൾ ഉണക്കുഭീഷണിയിലാണ്. കുഴൽക്കിണറുകളുടെ സഹായത്തോടെ വയലിൽ വെള്ളം കെട്ടിനിർത്തിയാണ് കർഷകർ ഞാറ് സംരക്ഷിച്ചു വരുന്നത്. എന്നാൽ കുഴൽക്കിണറുകളിലും വെള്ളം താഴ്ന്ന കുടിവെള്ളം പോലും ലഭ്യമാകാത്ത സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വയലുകൾ നിറയ്ക്കാൻ കർഷകർക്ക് മറ്റു മാർഗമില്ല. കൂടാതെ മൂപ്പത്തിയ ഞാറുകൾ പറിച്ചു നടാനും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. 35 മുതൽ 40 ദിവസം വരെ പ്രായമുള്ള ഞാറ് ഇനിയും പറിച്ചുനടിയിൽ നടത്തിയില്ലെങ്കിൽ വിളവിനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. ഇത്തവണ വൈകിയെത്തിയ വേനൽ മഴ തുടർച്ചയായി പെയ്ത് പാടങ്ങളിൽ വെള്ളം നിറഞ്ഞതോടെയാണ് പൊടിവിത നടത്തേണ്ട പ്രദേശങ്ങളിലെ കർഷകർ പോലും നടീലിനായി ഞാറുപാകിയത്. ഇതേ തുടർന്ന് മഴ ലഭിക്കാതായതോടെ വയലുകൾ വറ്റി വരൾച്ചയിലേക്ക് നീങ്ങി തുടങ്ങുകയായിരുന്നു. ചുള്ളിയാർ ഡാമിന്റെ വാലറ്റ പ്രദേശത്താണ് എലവഞ്ചേരി, നടുപ്പാടം, തുമ്പിടി, കരിപ്പായി പാടശേഖര സമിതിയിലുൾപ്പെട്ട വയലുകളുള്ളത്. ഒന്നാം വിള പ്രവർത്തനങ്ങൾ വൈകിയാൽ അത് രണ്ടാം വിള പ്രവർത്തനത്തെയും പ്രതിസന്ധിയിലാക്കുമെന്ന സാഹചര്യത്തിൽ ഡാമുകളിലെ വെള്ളം ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമേ കർഷകർക്ക് കാർഷിക കലണ്ടർ പ്രകാരം പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സാധാരണ ഒന്നാം വിള പൂർണ്ണമായും മഴയെ ആശ്രയിച്ചാണ് ചെയ്യുക. രണ്ടാം വിളയ്ക്ക് മാത്രമാണ് കനാലുകൾ തുറക്കുക. ഒന്നാം വിള കൃഷി ഇറക്കുന്നതിന് മുൻപേ കർഷകർ ദുരിതത്തിലാണെന്നും ഞാറ്റടി ഉണങ്ങിയാൽ കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്നും പാടശേഖര സമിതി സെക്രട്ടറി എ ചന്താമര പറഞ്ഞു. മഴയെ ആശ്രയിച്ച് മാത്രമാണ് എലവഞ്ചേരി പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്നത്. മോട്ടറും പമ്പ് സെറ്റും ഉപയോഗിച്ച് വെള്ളം അടിക്കുന്നത് വെള്ളം പരക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടും കൃഷിപ്പണി ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 4-5 ദിവസമായി അതിയായ ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാർമേഘങ്ങളെല്ലാം കൂടി നിൽക്കുകയാണെങ്കിലും ഒരു തുള്ളി മഴ പോലും വരുന്നില്ല. അതിൻ്റെ ഒരു പ്രയാസത്തിലാണ് കാർഷിക മേഖല. കർഷകർ ഞാറ്റടി 30, 35, 40 ദിവസമായി പറിച്ചു നടന്ന പ്രായത്തിൽ മഴയെ ആശ്രയിച്ചാണ് എലവഞ്ചേരിയിലെ കാർഷിക മേഖല നിൽക്കുന്നത്. ഇത് വളരെയേറെ ഗുരുതരമായ ഭവിഷ്യത്തുകളിലേക്കാണ് പോകുന്നത്. രണ്ടാം പഞ്ച ഉണക്കം നേരിട്ട ഒരു പ്രദേശം കൂടിയാണ്. രണ്ടാം പഞ്ച കഴിഞ്ഞ് കൊയ്ത് പകുതി പ്രദേശത്ത് മാത്രമേ നെൽകൃഷി ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം വരുന്ന ഒന്നാം വിളയും കൂടെ ഈ ഞാറ്റടി ഉണക്കത്തിൻ്റെ ഭീഷണിയിൽ മഴ പെയ്യാതിരുന്നാൽ കൃഷിക്കാരും അതുപോലെ കർഷക തൊഴിലാളികളും വല്ലാത്തൊരു ബുദ്ധിമുട്ട് സംഭവിക്കും. പ്രസിഡന്റ് എസ് ഷാബു, പാടശേഖര സമിതി അംഗങ്ങൾ എന്നിവർ ഉണക്ക് ഭീഷണി നേരിടുന്ന കൃഷിയിടങ്ങൾ സന്ദർശിച്ചു. UTV ന്യൂസ്, പാലക്കാട്.